ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് 54 കിലോയുടെ ഒരു ഫുൾ ബാഗ് വാംടിയുടെ ഒരു ചാക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കടകളിലൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഓർഡർ ആണ് നമ്മൾ സത്യത്തിൽ ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 60-70 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ലാഭം ഒരു കിലോയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കാനായിട്ട്. നേരെ നമ്മൾ ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്ന് നേരെ നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കാനല്ല നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നോക്കണം. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ നൂലൊക്കെ നമ്മൾ ഇതുപോലെ അഴിച്ച് മാറ്റിയതിനു ശേഷം ഈ ബാഗ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക് കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇതുപോലെ ഒരു ഇന്നർ വന്നിട്ടുണ്ടാവും. ഈ ഒരു ബാഗിനകത്താണ് ഈ ഒരു ഇന്നർ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് എടുക്കണം. ഇതുപോലെ ഒരു കെട്ടാണ് അവർ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ക്വാളിറ്റി, ഈ ഒരു ചാക്ക് നമ്മൾ 54 രൂപയുടെ ചാക്കൊക്കെ എടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പച്ചമണമൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ സാധാരണ വാംടിയിൽ അങ്ങനെ വരാറില്ല. എന്നാലും നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു ബാഗ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ തേയില നിങ്ങളൊന്ന് സ്മെല്ല് നിങ്ങൾ തന്നെ നോക്കണം, എത്രത്തോളം അതിനകത്ത് ക്വാളിറ്റി കിട്ടുന്ന, നല്ല ഫ്രഷ്നെസ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഇതുപോലെ തേയില ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നോക്കാനായിട്ട് നമുക്ക് സ്റ്റീലിന്റെ പാത്രം ഉപയോഗിച്ച് നമുക്ക് അതിനകത്തുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കും. കണ്ട, സ്മെല്ലിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു പച്ച സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരം, ഇപ്പൊ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാനിന്റെ ചോട്ടിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ നല്ല ഒരു ഓപ്പൺ ആക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ നിങ്ങളൊന്ന് ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ പോകും. ഇപ്പൊ ഒരു ഫുൾ ബാഗ് 54 കിലോയുടെ ഒരു ഫുൾ ബാഗ് തന്നെയാണ് വന്നേക്കുന്നത്. ആ ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ഫുൾ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഹോട്ടൽ ബ്ലെൻഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, SRD ഗ്രേഡ് മാത്രം പോരാ, RD ഗ്രേഡും PD ഗ്രേഡും അതോടൊപ്പം തന്നെ SFD FD പല ഗ്രേഡുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇത് SRD എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി നമുക്ക് വേറെ മറ്റുള്ള ഐറ്റങ്ങളും കൂടി ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് സൂര്യനെല്ലിയുടെ RD ഗ്രേഡിൽ വരുന്ന തേയിലയാണ്. ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് സൂര്യനെല്ലിയുടെ ഈ ഒരു RD ഗ്രേഡ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ 35 കിലോ ആയിട്ട് നമ്മൾ തൂക്കി ഇതിനകത്തേക്ക് നമ്മൾ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു 20 കിലോയുടെ ഒരു കട്ടിയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു 10 കിലോയുടെ ഒരു കട്ടിയും കൂടെ നമുക്ക് ഇതും ഇതിന്റെ കൂടെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മൾ ഇനിയിപ്പോ ഒരു 35 കിലോ ആയിട്ട് നമ്മൾ ഈ ഒരു ബാഗിനകത്തേക്ക് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് നമ്മൾ ഇവിടെ സ്കെയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഈ കട്ടി മാത്രം വെച്ചിട്ട് കാര്യമില്ല. 35 കിലോ ഇതുപോലെ കട്ടി കറക്റ്റ് ചെയ്ത് വെയിറ്റ് 35 കിലോ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഹോട്ടൽ ബ്ലെൻഡ് നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ നമ്മളിങ്ങനെ 35 കിലോ ആവുന്നോടം വരെ നമ്മളിങ്ങനെ നിറയ്ക്കണം. നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നിറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു 35 കിലോ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്കൊരു ഇച്ചിരി ഒരു ലേശം കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ട, കറക്റ്റ് ഇപ്പൊ ഒരു 35 കിലോയുടെ ഒരു ഹോട്ടൽ ബ്ലെൻഡ് ബാഗ് ആയിട്ടുണ്ട്.
70 കിലോ ആണ് മൊത്തം വന്നേക്കുന്നത്. 2 ബാഗായിട്ട് തന്നെയാണ്. ഇതിന്റെ ബാലൻസ് ഒരു 10 കിലോ വന്നിട്ടുണ്ട് കേട്ടോ. അത് 2 പാക്കറ്റ് ആക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മളൊരു 35 കിലോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്നത് തന്നെ. അപ്പൊ ഇതുപോലൊരു ബാഗ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് തന്നെ തയ്ച്ച് നമുക്ക് തന്നെ റെഡിയാക്കാം. 5 കിലോയുടെയോ 35 കിലോ 10 കിലോയുടെ ഒക്കെ പോലെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ബാഗ് ആക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ബാഗ് നമുക്ക് തയ്ച്ചെടുത്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡിന് എപ്പോഴും ഓർഡർ ഉള്ളത് കാരണം നമ്മൾ ഇതുപോലെ അതേ ബാഗൊക്കെ നമ്മൾ എപ്പോഴും റെഡിയാണ്, നമുക്ക് തയ്ച്ചു വെച്ചിരിക്കുകയാണ്. 2 ബാഗ് ഉണ്ട് നമുക്ക്. ഇതുപോലെ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് എപ്പോഴും നമുക്ക് ഓർഡർ കിട്ടും. അപ്പൊ നിങ്ങൾക്കും സ്ഥിരമായിട്ട് ഇതുപോലെ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങും. 5 കിലോ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓർഡർ കിട്ടും. അപ്പൊ ഇതുപോലെ ബാഗുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തയ്ച്ചു വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇതുപോലെയുള്ള ഓർഡർ ഒക്കെ വരുമ്പോൾ ഇതുപോലെ നിറച്ച് നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിറച്ച് നിങ്ങൾക്ക് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ നമ്മുടെ 70 കിലോ ബാഗ് റെഡി ആയിട്ടുണ്ട്. 35 കിലോ വെച്ച് നമ്മൾ 2 ബാഗാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. 35 കിലോയുടെ ബാഗുകളൊക്കെ ആയിട്ട് നിങ്ങൾക്കും 5 കിലോ 10 കിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ബാഗുകളായിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വീട്ടിലിരുന്ന് വരുമാനം നേടാനായിട്ട് വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും സാധിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഹോട്ടൽ ബ്ലെൻഡ് ആണെങ്കിൽ നമ്മൾ SRD ആണ് കൂടുതലും നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റി കിട്ടാനായിട്ട് നമുക്കറിയാം ഹോട്ടൽ ബ്ലെൻഡ് നമ്മൾ പല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിനകത്ത് നമ്മൾ സൂര്യനെല്ലി എന്ന് പറഞ്ഞ ബ്രാൻഡും വാം ടീ നേരത്തെ കാണിച്ച വാം ടീം അതോടൊപ്പം തന്നെ സൂര്യനെല്ലിയുടെ RD ഗ്രേഡ് വരുന്നത് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഇന്നർ കറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. കാരണം എങ്കിൽ മാത്രമേ ഈ ഒരു തേയില പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ. അത് ഇതുപോലെ നമ്മൾ ഈ ഒരു ബാഗ് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് SRD. അപ്പൊ ഈ ഒരു കളറിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ. നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ തന്നെയാണ് ഇത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇപ്പൊ ഒരു സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് നിന്നോളൂ. അപ്പൊ 35 കിലോയുടെ 2 ബാഗ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അവർ ചോദിച്ചതുപോലെ തന്നെ നമ്മളിപ്പോ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ശരാശരി 1 കിലോയിൽ മേൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയേണ്ട കാര്യമില്ല. എങ്ങനെ പോയാലും എനിക്ക് 60 രൂപ 70 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ലാഭം കിട്ടും ഇതിനകത്ത്. കാരണം നമ്മളിങ്ങനെ ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ഒറ്റ ബ്രാൻഡായിട്ടൊക്കെ ഞാൻ ഒരു സൂര്യനെല്ലിയായിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് 30 രൂപ അല്ലെങ്കിൽ 40 രൂപയ്ക്കുള്ളിൽ എനിക്ക് കിട്ടാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കാരണം എനിക്ക് ഒരു 5 രൂപ 10 രൂപയ്ക്കുള്ള ഒരു ബോക്സ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ അവരോട് മേടിക്കാൻ പറ്റില്ല. അതേസമയം ഇപ്പൊ ഇതുപോലുള്ള പാർട്ടീസ് നമ്മളോട് ലൂസായിട്ട് ഇതുപോലെ നമുക്ക് തരാമെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾ 5 കിലോ 10 കിലോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 1 കിലോ ശരാശരി നിങ്ങൾക്ക് 60 രൂപ 70 രൂപ വരെ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ എനിക്ക് ഇതുപോലുള്ള ഫുൾ ബാഗ് ആയിട്ട്, കാരണം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഓർഡറുകൾ ആയത് കാരണം ഇതുപോലെ ഫുൾ ബാഗ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു 70 കിലോ ഉണ്ട്. ശരാശരി 1 കിലോയിൽ മേലെ എങ്ങനെ പോയാലും ഒരു 60 രൂപ 70 രൂപയോളം എനിക്കിത് ലാഭം കിട്ടും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും.